ഇൻസുലേഷന് ഒരു ലൈൻ ടൈപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷന് വേറൊരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യണം, അതൊക്കെ അറിയാമല്ലോ. അത് ഞാനത് രണ്ടാമത് പറയണ്ടല്ലോ. രാജേഷ് വിജയ് അത് പറയണോ? അത് പറയണോ ബി സാറേ? ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതാ ഇൻസുലേഷന് ഞാൻ വേറൊരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു സാർ, ഇപ്പൊ ഈ ഫിൽറ്റർ ഇതെല്ലാം നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് ഉണ്ടാവും, നമ്മൾ ഇതൊന്നും ക്രിയേറ്റ് ചെയ്യുന്ന ആവശ്യം വരാറില്ല പൊതുവെ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എഡിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച്. ഇപ്പൊ ഞാനൊരു പുതിയൊരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ഡക്ട് ഇൻസുലേഷൻ ഇവിടെ ചെക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അത് നമ്മുടെ BG-ലോട്ട് കൊണ്ടുവരിക. നമുക്ക് ഇൻസുലേഷൻ ഏത് കളറാണോ വേണ്ടത് കളർ ഇവിടെ കൊടുക്കുക. ലൈൻ വെയിറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. പാറ്റേൺ ഏത് പാറ്റേൺ ആണ് വേണ്ടത് ആ പാറ്റേൺ നമുക്ക് ഇവിടെ. ഓക്കെ, പാറ്റേൺ നോക്കി കൊടുത്താൽ മതി, ഏതാണോ വേണ്ടത് കൊടുത്താൽ മതി. ഹിഡൻ ഞാൻ ഒരു 1.5 കൊടുത്തു. ഓക്കെ സാർ. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ജസ്റ്റ് നമുക്ക് ഒരു പൈപ്പ് റൂട്ട് ഇപ്പം ആക്ച്വലി ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു 2 വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോകും. ഒരു വ്യൂ വെന്റിലേഷന് വേണ്ടിയിട്ടും ഒരു വ്യൂ എയർ കണ്ടീഷനിങ് വേണ്ടിയിട്ടും. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ പറഞ്ഞാണ്, ഞാൻ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് വ്യൂ, ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, അപ്പം ഞാനിത് PCക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചോളൂ, PCക്ക് വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ നമുക്ക് ഫിൽറ്ററിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുമായിരുന്നു. ജസ്റ്റ് ഇപ്പം എനിക്കിതിനകത്ത് എയർ കണ്ടീഷനിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് സപ്ലയർ മാത്രം ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് പ്രഷർ മാത്രം ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇതിനകത്ത് ഈ ഇൻസുലേഷൻ കാണുന്നുണ്ട്. ഇൻസുലേഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഞാനത് പറഞ്ഞിട്ടില്ല. അത് വർക്ക് സെറ്റ് എന്ന് പറയും, അത് ഇനി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് വെന്റിലേഷൻ മാത്രം. ഡിഫ്യൂസേഴ്സ് അങ്ങനെ വേണ്ട. ഇത് ഞാൻ ഒരു ടൂൾ കൂടിയും പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയാൽ മതി, അത് അപ്പോഴായി ക്ലിയർ ആകത്തുള്ളൂ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞു പോയി, സോറി. നമുക്ക് ആക്ച്വലി വർക്ക് സെറ്റ് എന്ന് പറയുന്ന ഒരു ടൂളും കൂടി ഉണ്ട്. ഓക്കെ, ഫിൽറ്റർ പോലെ തന്നെയാണ് വർക്ക് സെറ്റ്. നമ്മൾ ആക്ച്വലി വർക്ക് ഷെയർ 2 പർപ്പസിന് വേണ്ടിയാണ് ഈ വർക്ക് സെറ്റ് യൂസ് ചെയ്യുന്നത്. വർക്ക് ഷെയറിങ്ങിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സർവീസിന്റെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാനും. ഓക്കെ, ഞാൻ ചില വാട്ടർ കൂടിയും പറഞ്ഞു, പൈപ്പിംഗ് കൂടി കഴിഞ്ഞിട്ട് അത് പറഞ്ഞുതരാം ജസ്റ്റ്, അപ്പൊ ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പൈപ്പിംഗ് നോക്കാം. ജസ്റ്റ് ഇപ്പൊ ഡക്ട് ജസ്റ്റ് റൂട്ട് ചെയ്യാൻ നോക്കിയല്ലോ. നെക്സ്റ്റ് പൈപ്പ് ആദ്യം റൂട്ടിങ് ജസ്റ്റ് മോഡലിംഗ് മാത്രം ആദ്യം വെറുതെ നോക്കി പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഡക്ട് റൂട്ട് ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഡക്ടിന് റൂട്ടിംഗ് പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ പൈപ്പിനും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പൈപ്പ് റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റംസിനകത്ത് ഇവിടെ പൈപ്പ് ഓപ്ഷൻ കിടപ്പുണ്ട്. പ്ലംബിംഗ് ആൻഡ് പൈപ്പിംഗിന് അണ്ടറിൽ കിടക്കുന്നത് പൈപ്പ്. ജസ്റ്റ് പൈപ്പ് എടുക്കുക, പൈപ്പ് ടൈപ്സ് ഓൾറെഡി 2 ടൈപ്പ് ഒക്കെ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഞാൻ തൽക്കാലം സ്റ്റാൻഡേർഡ് ടൈപ്പ് എടുക്കുന്നു. ടൈപ്പ് ചെയ്തു ഒരു പുതിയ പൈപ്പ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ പ്രോപ്പർ, അതായത് എന്താണോ ആ പൈപ്പിന്റെ സ്പെക്ക് അതെല്ലാം അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ അതെല്ലാം ടൈപ്പ് നെയിം എങ്ങനെ വേണോ അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ബ്ലാക്ക് സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്റ്റീൽ കൊടുക്കുക, കാർബൺ സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ കാർബൺ സ്റ്റീൽ കൊടുക്കുക, പേര് പ്രോപ്പറായിട്ട് കൊടുക്കുക.
ഓക്കെ, ഇനി അതിന്റെ റൂട്ടിംഗ് പ്രിഫറൻസ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഡക്ട് ഇതുപോലെ തന്നെ. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം ഡക്റ്റുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പൈപ്പ് സെഗ്മെന്റ്. പൈപ്പ് സെഗ്മെന്റിനകത്ത് ഏത് മെറ്റീരിയൽ ആണോ നമുക്ക് കൊടുക്കേണ്ടത്, പൈപ്പിന്റെ മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയൽ നമുക്കിവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ ഈ ടെംപ്ലേറ്റിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ. കാർബൺ സ്റ്റീൽ ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, PVC, അതും PVC, ഇത് നോർമൽ PVC, പിന്നെ ഡക്ടൈൽ അയൺ, അങ്ങനെ. പറയൂ സാറേ. PPR ഇല്ല. സപ്പോസ് നമുക്ക് PPR വേണമെന്ന് വിചാരിച്ചോളൂ, നമ്മൾ ആ ലൈബ്രറി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ സെഗ്മെന്റ് ആൻഡ് സൈസസ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പൊ സാർ ചിൽ വാട്ടറിന് സാധാരണ യൂസ് ചെയ്യുന്നത് ശരിക്കും എന്താണ് മെറ്റീരിയൽ? അതായത് പിന്നെ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ MS അല്ലെങ്കിൽ PPR ആണ് ഇപ്പൊ നോർമൽ പൊതുവായിട്ട്. ചിൽ വാട്ടറിനും PPR ആണ്. ചിൽ വാട്ടറിനും PPR യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? PPR ആണ് ഇപ്പൊ ദുബായിലൊക്കെ PPR ആണ്, അല്ലെങ്കിൽ MS CS ആണ്. ഓക്കെ ഓക്കെ. സപ്പോസ് സാർക്ക് PPR ആണ് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ഈ സെഗ്മെന്റിനകത്ത് PPR ഇല്ല. നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ന്യൂ പൈപ്പ് സെഗ്മെന്റ് എടുത്തു. ഓക്കെ, ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ നമുക്ക് മെറ്റീരിയൽ ലൈബ്രറി പോയിട്ട് ജസ്റ്റ് നമ്മളൊരു ചുമ്മാ മെറ്റീരിയൽ കിട്ടി. നമ്മൾ നേരത്തെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ, സപ്ലയറിന്റെ ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒരു ഡീഫോൾട്ട് മെറ്റീരിയൽ അങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിന്റെ പേരങ്ങ് റീനെയിം ചെയ്യും, PPR. ഓക്കെ, നമുക്ക് ഈവൻ ആ പൈപ്പിന് ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ ആ PPR പൈപ്പിന് സെയിം പച്ച കളറാണെന്ന് ഇപ്പൊ ഏത് കളർ വേണോ ആ കളറും കൂടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. മെറ്റീരിയൽ PPR എന്ന് വന്നു. ഷെഡ്യൂള് എന്താണ്? ഷെഡ്യൂൾ 40 ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ സാറേ? ഷെഡ്യൂൾ എന്താണ്? ഷെഡ്യൂൾ കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെ ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സൈസ് കാറ്റലോഗ് ഫ്രം. അതായത് ഇപ്പൊ നിലവിലുള്ള കറന്റ്ലി ഉള്ള ഏതെങ്കിലും ഒരു സൈസ് കാറ്റലോഗിന്റെ ഒരു കോപ്പി എടുക്കണം, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും പറഞ്ഞാൽ ഞാൻ എടുത്തു, കാർബൺ സ്റ്റീൽ എന്തെങ്കിലും ഒരെണ്ണം എടുത്തു, ജസ്റ്റ് ഞാൻ ഓക്കെ കൊടുത്തു, PPR മെറ്റീരിയൽ ജനറേറ്റ് ആയി. ഇതാണ് നമ്മുടെ സൈസ് കാറ്റലോഗ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൈസ് കാറ്റലോഗ് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ പുതിയ സൈസ് കാറ്റലോഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ന്യൂ സൈസ് എടുക്കുക. സൈസ് കാറ്റലോഗ് നമ്മുടെ ഉണ്ടാവുമല്ലോ, നമ്മൾ മാനുവലി എൻ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, നോർമൽ ഡയമീറ്ററും ഇൻസൈഡും ഓടിയും നമ്മൾ മാനുവലി എൻ്റർ ചെയ്ത് നമ്മൾ ഒരു സൈസ് കാറ്റലോഗ് കൂടെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ അതായത് ഒറിജിനൽ സൈസ് കാറ്റലോഗ് നോക്കിയിട്ട് കറസ്പോണ്ടിങ് മെറ്റീരിയലിന്റെ സൈസ് കാറ്റലോഗ് നോക്കിയിട്ട് കറക്റ്റ് നോർമൽ എന്താണോ, ഇൻസൈഡ് എന്താണോ, ഔട്ട് സൈഡ് എന്താണോ അത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊണ്ടുവരണം. ഇതൊരു 1 ടൈം പ്രോസസ് ആണ്. ഓക്കെ, ഏതൊക്കെ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ വാട്ടർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്ന എന്താണോ, ട്രെയിനിൽ യൂസ് ചെയ്യുന്നതാണോ, എല്ലാത്തിനെയും സൈസ് കാറ്റലോഗ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. എന്നാലും കറക്റ്റ് നമുക്ക് ഓടി കിട്ടത്തുള്ളൂ. ഓക്കെ, ഡിഫോൾട്ട് കുറച്ച് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, അപ്പൊ ആ മെറ്റീരിയലിനെ ബേസ് ചെയ്ത് എടുക്കത്തുള്ളൂ ഇതിനകത്ത്. അപ്പൊ ഇങ്ങനെ നമുക്ക് സൈസ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ സാറേ? ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെ ഈ ഓടിയും ഐഡിയും ഓരോ സൈസിന്റെ പ്രത്യേകം ചെയ്യണോ? അത് വേണം. അതായത് 25, 20, 25, 32 അങ്ങനെയുള്ള ഓരോന്നോരോന്നും ചെയ്തോണ്ടിരിക്കണം. അതെ, ചെയ്യണം. അത് ഒരു തവണ ചെയ്താൽ മതി. ഓക്കെ, അത് ടെംപ്ലേറ്റ് ആയിട്ട് ഇടണം അല്ലേ? അതന്നെ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തിടണം. അങ്ങനെ ചെയ്യാൻ വേണം. സാധാരണ നമ്മുടെ ടെംപ്ലേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്ട് ടെംപ്ലേറ്റിൽ ഇതൊക്കെ ഈ ഡീഫോൾട്ട് ആയിട്ടുള്ളതിൽ എല്ലാ സൈസും അതിലുണ്ടാവും. ഇപ്പൊ കാർബൺ സ്റ്റീലിന്റെയും SS-ന്റെയും PVC-യുടെയും അതിൽ കണ്ടു. ആ ഡീഫോൾട്ട് ആയിട്ടുള്ളത് അതിലെല്ലാ സൈസും ഉണ്ടാവോ? അതിലുണ്ട്. ഇപ്പൊ ഞാൻ കാർബൺ സ്റ്റീൽ എടുത്തു. കാർബൺ സ്റ്റീലിന്റെ 15, 20, 600. അപ്പൊ ഏതെങ്കിലും ഒന്ന് നമുക്ക് അത് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ PPR വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം ചെയ്ത് കാണിച്ചു ഒന്നുകൂടി ഞാൻ ചെയ്യാം. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. PPR ഓൾറെഡി നേരത്തെ ക്രിയേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് സൈസ് കാറ്റലോഗ് ഫ്രം കാർബൺ സ്റ്റീൽ. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതായിരുന്നു. ഇനി സൈസ് കാറ്റലോഗ് ഇപ്പൊ കിടക്കുന്നത് കാർബൺ സ്റ്റീലിന്റെ ആണ്. അതന്നെ. അതായത് ന്യൂ സൈസ് എടുക്കുക. പക്ഷെ എനിക്ക് 12 സൈസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിന്റെ നോമിനൽ ഡയമീറ്ററും അതുപോലെ തന്നെ അതിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും ഞാൻ ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. അങ്ങനെ ഓരോ സൈസും നമ്മൾ എൻ്റർ ചെയ്ത് കൊണ്ടുവരണം ഇതിലോട്ട്. ക്ലിയർ ആണോ സാറേ? അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് ജസ്റ്റ് ഒരു കാര്യം ചെയ്യുന്നു. ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുന്നു. കാർബൺ സ്റ്റീൽ എടുക്കുന്നു.
ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ റോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ വരാറുണ്ടല്ലോ, സേ ഇത്ര തൊട്ട് ഇത്ര വരെ ഇന്ന മെറ്റീരിയൽ, ഇത്ര തൊട്ട് ഇത്ര വരെ ഇന്ന മെറ്റീരിയൽ. മെറ്റീരിയൽ വേരി ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ സേ എനിക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഇപ്പൊ ഞാൻ കോപ്പർ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. കോപ്പർ സേ ക്ലാസ് എ, സേ മിനിമം സൈസ് അപ്പൊ സേ 10 to ഒരു 25 വരെ ഈ മെറ്റീരിയലും ഇതിനുശേഷം ഈ മെറ്റീരിയൽ വേണമെന്ന് വിചാരിച്ചോളൂ. സേ 32 to 200 ഈ മെറ്റീരിയൽ. ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്യണം, ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ പൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ആ പൈപ്പിന് ആ മെറ്റീരിയൽ വരത്തുള്ളൂ. അതായത് ഇപ്പൊ 25 നമ്മൾ 32 ഇടുമ്പോൾ അവിടെ ഒരു അഡാപ്റ്റർ ഓട്ടോമാറ്റിക്കലി അതിൽ കണക്ട് ആയിട്ട് വരും. ഓക്കെ ഓക്കെ, അത് നമുക്ക് നോക്കാം. തൽക്കാലം ഞാൻ ഒരൊറ്റ മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങ് ചെയ്യാം ആദ്യം. ഓക്കെ, കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ കാർബൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ മിനിമം സൈസും മാക്സിമം സൈസും കൊടുക്കുക. ഒന്നുമില്ല, അപ്പൊ ഈ റേഞ്ചിലുള്ള പൈപ്പ് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത്രേ ഉള്ളൂ, റേഞ്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏത് കറസ്പോണ്ടിങ് ഫിറ്റിംഗ്സ്, ഇപ്പം കാർബൺ സ്റ്റീൽ ആണെങ്കിൽ കാർബൺ സ്റ്റീലിന്റെ ഫിറ്റിംഗ് വേണം അല്ലെ. അതുപോലെ തന്നെ നമുക്കിപ്പം ത്രെഡഡ് ഫിറ്റിംഗ് വേണോ, വെൽഡഡ് വേണോ, ഗ്രൂവ്ഡ് വേണോ, ഏത് ടൈപ്പ് ഓഫ് ഫിറ്റിംഗ് വേണോ അതിന്റെ കറസ്പോണ്ടിങ് ഫാമിലി ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഫിറ്റിംഗ്സ് വേണം ലോഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഡക്റ്റിൽ ചെയ്ത പോലെ ലൈക്ക് നമ്മൾ ഫ്ലാൻസ്ഡ് ആണോ വേണ്ടത്, സ്ലിപ്പ് ആണോ വേണ്ടത്, അതുപോലെ എന്തൊക്കെ ഫിറ്റിംഗ്സ് ആണോ വേണ്ടത് അത് നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, തൽക്കാലം ഞാൻ ത്രെഡഡ് ഫിറ്റിംഗ്സ് ലോഡ് ചെയ്യാം. തൽക്കാലം ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈബ്രറി എന്നുള്ള ഫിറ്റിംഗ്സ് ആണ് ഞാനത് ലോഡ് ചെയ്യാം. കഴിഞ്ഞ വർഷം ഷെയർ ചെയ്ത് തന്നെയാണത്. അയ്യോ, ഞാൻ പൈപ്പ് ഫിറ്റിംഗ്സ് ഷെയർ ചെയ്തിട്ടില്ല. ശരി, ഞാനത് ഷെയർ ചെയ്യാവേ എന്ന്. ഫിറ്റിംഗ്സ് ഒന്ന് എടുത്തോട്ടെ. ലൈബ്രറി ഞാനിത് അങ്ങ് അയച്ചിടാവേ. പൈപ്പ് ഫിറ്റിംഗ്സ് ഞാൻ അയച്ചുതരാം. പൈപ്പ് ഫിറ്റിംഗ്സ് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കാർബൺ സ്റ്റീൽ, ഇത് ത്രെഡഡ് ഫിറ്റിംഗ്സ് ആണ്. ത്രെഡഡ് ഫിറ്റിംഗ് ആണ്, മാലബിൾ അയൺ ആണ്. ഞാൻ തൽക്കാലം ഇത് ലോഡ് ചെയ്യാം. നമുക്ക് ഏതൊക്കെ ഫിറ്റിംഗ്സ് ആണ് വേണ്ടത് ആ ഫിറ്റിംഗ്സ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഓപ്പൺ. ഡക്ട് ചെയ്ത പോലെ തന്നെ അതേ പ്രോസസ്സ്. നമുക്ക് ഏത് ഫാമിലിയാണ് വേണ്ടത് ആ ഫാമിലിയുടെ കറസ്പോണ്ടിങ് ഫിറ്റിംഗ്സ് ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് വേണ്ടത് ആ ജോയിന്റിന്റെ കറസ്പോണ്ടിങ് ഫിറ്റിംഗ്സ് ലോഡ് ചെയ്യുക. ലൈബ്രറി ഞാൻ ഷെയർ ചെയ്യാം, വേറെ ലൈബ്രറി ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ എല്ലാം ത്രെഡ് ആക്കാണ്. കണ്ടോ, ഇവിടെ എല്ലാ ഫിറ്റിംഗ്സും കിടപ്പുണ്ട്. ത്രെഡഡ്, വെൽഡഡ്, ഏത് വേണോ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് തുടക്കത്തിന് ഒരു ത്രെഡഡ് ഫിറ്റിംഗ് ഞാൻ എടുക്കുന്നു. എൽബോ ത്രെഡഡ്, പ്രിഫേർഡ് ജംഗ്ഷൻ ടൈപ്പ്. നമുക്ക് ടീയും ഉണ്ട് ടാപ്പും ഉണ്ട്. ഞാൻ ടീ പ്രിഫർ ചെയ്യുന്നു. ടീ ഏത് ടൈപ്പ് ഓഫ് ടീ വേണോ, റെഡ്യൂസിങ് ടീ വേണോ, ഈക്വൽ ടീ വേണോ, അത് ഏതാണ് വേണ്ടത്. ഈക്വൽ ടീ ഉണ്ട്, റെഡ്യൂസിങ് ടീ ഉണ്ട്. ഞാൻ റെഡ്യൂസിങ് ടീ യൂസ് ചെയ്യും. ഇത് ഈക്വൽ ടീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. റോസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ട്രാൻസിഷൻ കൊടുക്കുന്നു, കോൺസെൻട്രിക് റെഡ്യൂസർ, അലൂമിനിയം ഒരു ത്രെഡഡ് കപ്ലിംഗ് കൊടുക്കുന്നു. ക്യാപ്പ് ഞാനിവിടെ എല്ലാം സെയിം മെറ്റീരിയൽ, എല്ലാം എം ഐ എന്നിട്ടും കൊടുത്തു, സ്റ്റോക്ക് കൊടുത്തു. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിലും സിസ്റ്റം ടൈപ്പ്. നമുക്ക് ഇപ്പം ചിൽ വാട്ടർ പൈപ്പിംഗ് ആണെന്ന് ആദ്യം നോക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റം ടൈപ്സ് ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. നിങ്ങളുടെ ഡീഫോൾട്ട് ടെംപ്ലേറ്റിൽ ചിൽ വാട്ടർ സപ്ലൈ, ചിൽ വാട്ടർ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ടാവില്ല. പകരം ഇവിടെ രണ്ട് സിസ്റ്റം കിടപ്പുണ്ട്, ഹൈഡ്രോണിക് സപ്ലൈയും ഹൈഡ്രോണിക് റിട്ടേണും. ഓക്കെ, മെക്കാനിക്കൽ പൈപ്പിങ്ങിന്റെ രണ്ട് സിസ്റ്റം കിടപ്പുണ്ട്, ഹൈഡ്രോണിക് സിസ്റ്റവും ഹൈഡ്രോണിക് സപ്ലൈയും. അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ചിൽ വാട്ടർ സപ്ലൈയും ചിൽ വാട്ടർ റിട്ടേണും ആക്കണം. അത് പിന്നെ ഈ ചിൽ വാട്ടറിന്റെ ആണത് ശരിക്കും പറഞ്ഞാല് ഈ ഹൈഡ്രോണിക്. പക്ഷെ നമുക്കത് നമ്മുടെ ഇതില് നെയിം പ്രകാരം ചിൽ വാട്ടർ റിട്ടേൺ, ചിൽ വാട്ടർ അല്ലേ? അതെ, ആ പേര് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ടാഗ് ചെയ്യുമ്പോൾ ഈ പേര് വരുത്തുള്ളൂ, ഹൈഡ്രോണിക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചിൽ വാട്ടർ എന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പൈപ്പ് ഡക്ട് ചെയ്ത പോലെ തന്നെ ഡക്ട് സിസ്റ്റത്തിന്റെ തൊട്ട് താഴെ
പൈപ്പ് സിസ്റ്റം കിടപ്പുണ്ട് കണ്ടോ. ഇത് ഡീഫോൾട്ട് ആയിട്ടുള്ള പൈപ്പ് സിസ്റ്റംസ് ആണ്. ഡൊമസ്റ്റിക് കോൾഡ് വാട്ടർ, ഫയറിന്റെ ഹൈഡ്രോണിക് സപ്ലൈ, ഹൈഡ്രോണിക്. ഒന്നെങ്കിൽ ഇത് റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അത് നമുക്ക് ഇതിന് നമുക്ക് ചില വാട്ടർ സപ്ലൈന്നോ ഫ്ലോന്നോ എന്താ വെച്ചാൽ കൊടുക്കാം. വാട്ടർ സപ്ലൈ റിട്ടേൺ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം പരിപാടികൾ. അതായത് നമുക്കിപ്പം നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. റിട്ടേൺ ഞാൻ റെഡ് കൊടുക്കുന്നു. നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യാം, മെറ്റീരിയൽ ആഡ് ചെയ്യാം. HWR still water supply. കളർ കൊടുത്തു. പൈപ്പ് റൂട്ട് ചെയ്യണം. ഡക്ട് വരയ്ക്കുന്ന പോലെ തന്നെ പൈപ്പ് പിക്ക് ചെയ്യുക. കറസ്പോണ്ടിങ് ഡയമീറ്റർ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, മോസപ്പേര് ഇവിടെ കൊടുക്കാൻ പറ്റും. നമുക്ക് പൈപ്പ് റൂട്ട് ചെയ്യാം, പൈപ്പ് റൂട്ട് ചെയ്യാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഡക്ട് റൂട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഓക്സിജൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓക്സിജൻ ചേഞ്ച് ചെയ്യാം. കണ്ടിന്യൂഷൻ വരയ്ക്കണമെങ്കിൽ ഡ്രോ പൈപ്പ് വെന്റ് അടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഫിറ്റിംഗ്സ് ജനറേറ്റ് ആയിക്കോളും. ഇപ്പൊ ഇതൊരു ടീ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണോ? ഓഫ്സെറ്റ് ഹൈറ്റ് ഡക്ട് പോലെ തന്നെ അതൊക്കെ സെയിം ഡക്ട് ചെയ്യുന്ന പോലെ തന്നെ, ഒരു മാറ്റമില്ല. ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ബ്രാഞ്ച് വരയ്ക്കാൻ ഓട്ടോമാറ്റിക്കലി ടീ വന്നോളൂ. ഡക്ട് പോലെ തന്നെ. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഒരു പൈപ്പ് അപ്പ് ചെയ്തെടുക്കണം. ഇതിപ്പോ ചിൽ വാട്ടർ സപ്ലൈയിൽ മാത്രമാണ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഞാനിപ്പോ സിസ്റ്റം മാറ്റിയില്ല. ഇപ്പൊ നമ്മളിപ്പോ റീറ്റ് സിസ്റ്റം കിടപ്പുണ്ട് ചിൽ വാട്ടർ സപ്ലൈ. എനിക്കിപ്പോ റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിന്റെ ഒരു കോപ്പി എടുക്കുന്നു. ഇത് ചിൽ വാട്ടർ എനിക്ക് റിട്ടേൺ ആക്കണം. ഞാൻ റിട്ടേൺ ആക്കാം. ഓക്കെ, എനിക്ക് ഇതിന് ബ്രാഞ്ച് എടുക്കണം. ഇപ്പൊ 100ന്റെ പൈപ്പാണ്. എനിക്കൊരു ബ്രാഞ്ച് വേണം, ലൈക്ക് ഒരു 50യുടെ ബ്രാഞ്ച് ഉണ്ടെന്ന് വെച്ചു. ഞാൻ പൈപ്പ് എടുക്കുന്നു. ഞാൻ ഓഫ്സെറ്റ് വാല്യൂ ഇതിനകത്ത് തന്നെ ചേഞ്ച് ചെയ്തു. ഞാനിതൊരു 3450 ആക്കി. ഡയമീറ്റർ ഞാനൊരു 50 mm ആക്കി വെച്ചോളൂ. ഇത് സിസ്റ്റം ഞാൻ മാറ്റുകയാണ്. ചിൽ വാട്ടർ റിട്ടേൺ ഞാൻ ഈ പോയിന്റ് പിക്ക് ചെയ്തു. ഓട്ടോമാറ്റിക്കലി 2500 ഓട്ടോമാറ്റിക്കലി ഇത് അപ്പായി വന്നോളും. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു കോപ്പി എടുക്കുന്നു. പൈപ്പിന്റെ സിസ്റ്റം ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യണം. എനിക്കിത് ഈസി ആയിട്ട് ട്രിം ചെയ്യാം. ട്രിം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കണക്ട് ചെയ്തു. അതെ അതെ. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മൾ റൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ പൈപ്പ് റൈസ് ചെയ്യണമെന്ന് ചോദിച്ചോളൂ. അപ്പം എനിക്ക് മോഡിഫിക്കേഷൻ ടൂൾസ് ഒക്കെ സെയിം തന്നെ, ഒരു മാറ്റമില്ല. നമ്മുടെ ഈ ടൂൾസ് എല്ലാം നമുക്ക് ഇതിൽ അപ്ലിക്കബിൾ ആണ്. ചെയ്യാം. ഞാൻ മാനുവലി 2500 ഇട്ടു. എനിക്കത് ട്രിം ചെയ്യാം. ഡക്ട് റൂട്ട് ചെയ്യുന്ന പോലെ തന്നെ, ഒരു മാറ്റമില്ല.
ഇത് ഇപ്പൊ എടുക്കുമ്പോ മേലേക്ക് വരാൻ കാരണം താഴേക്ക് പോകാതെ ഇത് അപ്പ് ചെയ്തത് ബ്രാഞ്ച് ഇല്ല, അത് ഈ പൈപ്പ് റൺ ചെയ്യുന്ന 3200 ഞാൻ ഈ പൈപ്പ് എന്റെ ഓഫ്സെറ്റ് 500 3500 ഓക്കെ അത് ഓഫ്സെറ്റ് കൂട്ടിയതുകൊണ്ടാണ്. ഓക്കെ ഇപ്പൊ ഞാൻ അത് കുറച്ചിട്ടായിരുന്നെങ്കിൽ താഴേക്ക് പോയിരുന്നു അല്ലേ? താഴേക്ക് വരും. ഇപ്പൊ ഞാനിപ്പോ ഈ പൈപ്പ് ഇങ്ങോട്ട് എടുക്കാം. ഇതിന് ഞാനൊരു ലൈക്ക് ഒരു 2900 കൊടുത്തു. ഞാനത് ട്രിം ചെയ്ത് വിചാരിച്ചോളൂ. അന്നേരം താഴേക്ക് പോയി. ഓക്കെ ശരി. ഇനി നമുക്ക് ഈ ചിൽ വാട്ടർ പൈപ്പിന് ഇൻസുലേഷൻ കൊടുക്കണം വിചാരിച്ചോളൂ. എല്ലാം സെയിം തന്നെ. സെലക്ട് ചെയ്യുക, ആഡ് ഇൻസുലേഷൻ, മെറ്റീരിയൽ കൊടുക്കുക, തിക്നെസ് കൊടുക്കുക. ആഡ് ഇൻസുലേഷൻ സെയിം തന്നെയാണ്. ഓക്കെ. ഇപ്പൊ ഇൻസുലേഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വിജിക്കകത്ത് പോയി ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഫിൽറ്ററിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മോഡിഫൈ മോൾ കാറ്റഗറീസിനകത്ത് തന്നെ പൈപ്പ് എടുക്കുക. അതിനകത്ത് പൈപ്പ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടാവും. നമുക്ക് അതിനൊരു ട്രാൻസ്പെറൻസി കൊടുക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻസി കൊടുക്കാം. അതിന് കളർ ഒക്കെ ചേഞ്ച് ചെയ്യാം അല്ലേ? എല്ലാം ചേഞ്ച് ചെയ്യാം. ഫിൽറ്റർ ആഡ് ചെയ്യണമെങ്കിൽ ഫിൽറ്റർ ആഡ് ചെയ്യാം. നമ്മൾ ഡക്റ്റിന് ക്രിയേറ്റ് ചെയ്തല്ലോ, അതേപോലെ എനിക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ പൈപ്പിന് ആഡ് ചെയ്യുന്ന പൈപ്പ് ആഡ് ചെയ്യാം. ഇപ്പൊ ഡക്റ്റ് ഇൻസുലേഷൻ ആയിരുന്നല്ലോ, നമുക്ക് ഇതേപോലെ തന്നെ ആഡ് കൊടുക്കാം. എഡിറ്റ് പൈപ്പ് ഇൻസുലേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഞാൻ അതിനെ പൈപ്പ് ഇൻസുലേഷൻ ആക്കി. ഇൻസുലേഷന് പകരം പൈപ്പ് ആക്കുക. പൈപ്പ് ഇൻസുലേഷൻ ആഡ് ചെയ്യുക. എനിക്കതിനകത്ത് എന്ത് കളറാണ് വേണ്ടത് നമുക്ക് കളർ കൊടുക്കാം. അതുപോലെ തന്നെ അതിന്റെ പാറ്റേൺ എന്താണ് വേണ്ടത് ആ പാറ്റേൺ കൊടുക്കാം. അത് 3D അത് ഉണ്ടാവില്ല. ഇല്ല സാറേ, ഈ ഫിൽറ്റർ എന്ന് പറയുന്നത് ആ ഒരു വ്യൂവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് വേറെ വ്യൂ ആണ്. 3D എന്ന് പറയുന്ന ഒരു വ്യൂ ആണ്. അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആഡ് ചെയ്യേണ്ടി വരും. അത് ഫിൽറ്റർ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. ഓരോ വ്യൂലും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇതിനകത്ത് പൈപ്പ് ഇൻസുലേഷൻ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കിടപ്പുണ്ടോ. എനിക്ക് ഇതില് ട്രാൻസ്പെറൻസി എനിക്കൊരു 80% വേണം. എനിക്ക് കളർ വേണ്ടത് ഒരു വൈറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. വൈറ്റ് ആയി. ഓക്കെ. ഇപ്പൊ ഈ എഡ്ജിലുണ്ടോ, എഡ്ജിലും ഈ പറഞ്ഞ പോലെ ഒരു ഈ സെയിം കളർ തന്നെയാണ് വരുന്നത്. എനിക്ക് എഡ്ജിലും വൈറ്റ് തന്നെ വേണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എനിക്ക് ഈ ലൈൻസിൽ നമ്മളിവിടെ കളർ വൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതും പോകും. അപ്പം സാർ ഇത്ര ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും. ഈ പൈപ്പ് റൂട്ട് ചെയ്യേണ്ടതും, അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഒരു ചെറിയൊരു ഏരിയ എടുത്ത് ചെയ്താലും മതി. ഇപ്പൊ തൽക്കാലം ഇത്ര ഏരിയയിൽ ഡക്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ ഏരിയയുടെ തന്നെ ചിൽ വാട്ടർ പൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ ഡിസൈൻ ഡ്രോയിങ്സും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ ഷെയർ ചെയ്യാം. ഇതിന്റെ ഫിറ്റിംഗ്സും ഞാൻ ഷെയർ ചെയ്യാം. ഇവർക്ക് ഡൗട്ട്, രാജേഷ്, ഡു യു ഹാവ് എനി ഡൗട്ട്സ്? No. Okay. Do one thing. Just complete the modeling. Consider a small area and complete the modeling for ducting and chill water piping. Okay. I'll share you the fittings. Okay. നമുക്ക് സാറേ വൺസ് ഇത് റൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാൽ പാക്കേജ് വെക്കേണ്ടതും ആ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ. അങ്ങനെ പോയാൽ പോരെ? മതി. ഇത് കാരണം അത് കുറച്ച് ടൈം എടുക്കും ഇതിന് ചെയ്തു നോക്കാൻ. മറ്റേത് ക്ലാസ് ഉള്ളത് കൊണ്ട് ചെയ്യാൻ അധികം സമയം കിട്ടുന്നുണ്ട്. ശരി. ഓക്കെ. ശരി.